ഹായ്. അടുക്കളയിലൂടെ അരങ്ങത്തേക്ക് എന്ന എൻ്റെ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു എൻ്റെ ബാല്യകാല ഓർമ്മകളിലേക്ക് ഒരു ഓർമ്മകളിലൂടെ തിരിച്ചു പോക്ക് നടത്തുകയാണെന്ന് പറഞ്ഞിട്ട് ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മുടെ അനുഭവങ്ങളാണ്, അതായത് നമുക്ക് ചെറുപ്പത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള സുഖവും ദുഃഖവും സന്തോഷവും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരുപാട് ഓർമ്മകൾ നമുക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് പങ്കുവയ്ക്കാമെന്ന് കരുതിയിട്ട് ഞാനൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒന്ന് രണ്ട് ഓർമ്മകൾ ഞാൻ പങ്കുവച്ചിട്ടുമുണ്ട്. അതിൽ കുറേ പേരൊക്കെ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് കാണുമ്പോൾ ഒരു സന്തോഷം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ഇഷ്ടപ്പെട്ടു എന്ന് കമൻറ്റ് ചെയ്യണം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് അങ്ങനെ ഇഷ്ടമായില്ല എന്നുള്ളതും കമൻറ്റ് ചെയ്യാം. എന്തായാലും കുറച്ചെങ്കിലും ഇഷ്ടമായതുകൊണ്ടായിരിക്കുമല്ലോ ചിലർ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഒക്കെ ഇട്ടിട്ടുണ്ടാവുക. എന്തായാലും നമ്മുടെ യാത്രയിൽ കൂടെ കൂടാം എന്നറിയിച്ച കുറേ സുഹൃത്തുക്കളുണ്ട്. അവർക്ക് എന്തായാലും താങ്ക് യു സോ മച്ച്. ഇനിയും ഞാൻ അതുപോലെയുള്ള വീഡിയോകളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബാല്യകാലം എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല. എല്ലാവർക്കും അത് അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. കല്യാണമൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഉത്തരവാദിത്തങ്ങളാണ് കൂടുതലുണ്ടാവുക. ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ. ഭാര്യ, മരുമകൾ, പിന്നീട് നമ്മളൊരു പാരൻറ്റിങ്ങിൻ്റെ ഒരു ഇതിലേക്ക് വരികയാണ്. അതൊക്കെ ആസ്വദിച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആസ്വാദനം ഉണ്ടായിട്ട് തന്നെയാണ് നമ്മുടെ 2 കുട്ടികളും ഹസ്ബൻഡും നമ്മുടെ കുടുംബവും. അതിലുണ്ടായത് എന്താണെന്ന് വിചാരിച്ചാൽ, ബാല്യകാലത്തുണ്ടായിട്ടുള്ള നമ്മുടെ കുറേ നല്ല കാര്യങ്ങൾ നമുക്ക് ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട്. കുടുംബത്തിന് വേണ്ടി ഉപേക്ഷിച്ചു എന്ന് പറയുന്നില്ല. എന്തായാലും അതായിരിക്കും, നമ്മളൊരു ഉത്തരവാദിത്തപ്പെട്ട കാര്യം ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു എന്താ പറയുക, ഒരു സാഹചര്യത്തിൽ എനിക്കിഷ്ടമുള്ള കുറേ കാര്യങ്ങൾ മാറ്റി വെക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ചിന്തിച്ചിട്ടേ ഇല്ല ആ കാര്യങ്ങൾ. അതിലൊന്നാണ് ഒരു 10-16 വയസ്സുള്ളപ്പോൾ എനിക്ക് ഒരു ടീച്ചറാവാൻ, ഒരു സ്കൂളിൻ്റെ ഓൾ ഇൻ ഓൾ ആവാനുള്ള അവസരം കിട്ടി. അതൊക്കെ എൻ്റെ നാട്ടിൽ ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ്. അന്ന് നമുക്ക് വേറൊന്നും ചിന്തിക്കാനില്ല. നമ്മൾ ചെയ്യുന്ന ജോബിനോടും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളോടും മാത്രം നമ്മൾക്ക് ചിന്തിച്ചാൽ മതി. നമ്മളെ സപ്പോർട്ട് ചെയ്യാനാണെങ്കിൽ നമ്മുടെ സഹോദരങ്ങളും ഉമ്മയും വാപ്പയും എല്ലാവരും ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു അവസരം വന്നപ്പോഴാണ് അതൊക്കെ അവിടെ താൽക്കാലികമായി ഉപേക്ഷിച്ചുകൊണ്ട് ആണ് നമ്മൾ വിവാഹത്തിലേക്ക് കടക്കുന്നത്. അവിടെ നമ്മളെ കാത്തിരിക്കുന്നത് ഒരു വലിയ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അവിടെ നമ്മുടെ കുട്ടിക്കളികളും കാര്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഉത്തരവാദിത്തത്തിലേക്ക്, അതായത് കാര്യത്തിലേക്ക് അതിന് ഗൗരവം കൊടുത്തുകൊണ്ട് നമ്മുടെ നല്ല നല്ല ഓർമ്മകളും നമ്മുടെ നല്ല എന്താ പറയുക അനുഭവങ്ങളും ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ വേറൊരു തലത്തിലേക്ക് മാറ്റപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ കുട്ടികളൊക്കെ വലുതായി, അവരവരുടെ കാര്യങ്ങളൊക്കെ നോക്കാറായി. ഹസ്ബൻഡാണെങ്കിലും ജോലി സംബന്ധമായിട്ട് വിദേശത്താണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിപ്പീറ്റ് ചെയ്തിട്ട് പറയല്ല. അപ്പോൾ എന്തായാലും ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി. അപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം, ഞാൻ എന്തെങ്ങനെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന എൻ്റെ ചൈൽഡ്ഹുഡ്, അവിടുത്തെ ഓർമ്മകൾ, എൻ്റെ സഹോദരങ്ങളുടെ കാര്യങ്ങളുണ്ട്, എൻ്റെ മാതാപിതാക്കളുടെ കാര്യങ്ങളുണ്ട്, എൻ്റെ അയൽക്കാരുടെ കാര്യങ്ങളുണ്ട്, നല്ല നല്ല സുഹൃത്തുക്കളുണ്ട്, നല്ല അനുഭവങ്ങളുണ്ട്. ഒരു നാടിൻ്റെ തന്നെ എനിക്കിത് പറയുമ്പോൾ തന്നെ ഒരു ആ ഒരു രോമാഞ്ചം വരികയാണ്. അങ്ങനെയായിരുന്നു നാട്ടിലുണ്ടായിരുന്നത്. അവിടെ പോയിട്ട് വീണ്ടും ആ സ്ഥലങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്തിട്ട് കാണുക. അവിടെ ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഓർക്കുക. ആ ഓർക്കുന്ന കൂട്ടത്തിൽ അത് നിങ്ങളെ കൂടി കാണിക്കുക എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ ഞാൻ പഠിപ്പിച്ച സ്കൂളും അവിടുത്തെ സ്റ്റുഡൻസും അവരുടെ വീടുകളും അവിടെ എനിക്കറിയാവുന്ന കുറേ ആൾക്കാരും അവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ഓർമ്മകൾ കണ്ടുകൊണ്ട്
ആ ഓർമ്മകൾ ആ നാട്ടിൽ പോയി ഒന്നുകൂടി അനുഭവിച്ചുകൊണ്ട് വീഡിയോ ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്നും നാട്ടിൽ പോയിട്ട് വീഡിയോ എടുക്കാൻ സാധിക്കില്ല. സോ ഞാൻ ചില ഓർമ്മകൾ കഥകൾ രൂപത്തിൽ ഞാൻ കുക്ക് ചെയ്തുകൊണ്ട് അവതരിപ്പിക്കുകയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ഇന്ന് ഒരു തലച്ചോറ്, അതായത് പോത്തിൻ്റെയൊക്കെ തലച്ചോറ് ഉണ്ടാവില്ലേ, ബ്രെയിൻ, അത് കുക്ക് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അതിന് പ്രത്യേകിച്ച് ഓർമ്മകളൊന്നുമില്ല. എന്നാലും എൻ്റെ ഉമ്മ അത് ഞങ്ങളുടെ വീട്ടിൽ വരുന്ന ബ്രെയിനും അന്നൊക്കെ ഈ കൊട്ട പോലത്തെ ഇതിലാണ് കൊണ്ടുവരിക. ഇറച്ചിയും മീനും ഒക്കെ കൊണ്ടുവരുന്നത് വേറെ ഒരു രീതിയിലാണ്. അപ്പോൾ അതിൽ ഈ വാഴയുടെ ഇലയിൽ വെച്ചിട്ട് ബ്രെയിൻ ഉമ്മക്ക് ആയിട്ട് കൊണ്ടുവരും. എൻ്റെ ഉമ്മ എന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് പോക്കരിക്ക അത് കൊണ്ടുവന്നിട്ട് ആ ബ്രെയിൻ വാഴയുടെ ഇല തേക്കിൻ്റെ ഇല ഉണ്ടല്ലോ, അതിലാണ് വെച്ചിട്ട് കൊണ്ടുവരിക. അത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് വൃത്തിയാക്കുന്നതും അത് ഉണ്ടാക്കുന്നതും ഒക്കെ മെമ്മറിയിൽ ഒരു ഓർമ്മ റെസിപ്പി ആയിട്ടാണ് ഇന്നത് ചെയ്യുന്നത്. എന്തായാലും നമുക്കതൊന്ന് ചെയ്തു നോക്കാം. എല്ലാവർക്കും അറിയുന്നതായിരിക്കും, അതുകൊണ്ടാണ് എനിക്ക് റെസിപ്പി വീണ്ടും വീണ്ടും ചെയ്യാൻ. കാരണം യൂട്യൂബിൽ എത്രയോ എക്സലൻ്റ് ആയിട്ടുള്ള ആൾക്കാർ റെസിപ്പീസ് ചെയ്യുന്നുണ്ട്. എന്നാലും എൻ്റേതായിട്ടുള്ള രീതിയിലുള്ളൊരു റെസിപ്പി ഞാൻ കാണിക്കാം. അപ്പോൾ നോക്കാം. അപ്പം എന്നാ തുടങ്ങാം അല്ലേ. ഇത് പോത്തിൻ്റെ തലച്ചോറാണ് കേട്ടോ, പോത്തിൻ്റെ ബ്രെയിന്. നല്ല പോലെ വാഷ് ചെയ്തെടുക്കണം. ബ്രെയിനും ബോട്ടിയൊക്കെ നമ്മൾ കുക്ക് ചെയ്യുന്നതിന് മുമ്പ് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. കണ്ടോ, ബ്രെയിനിൻ്റെ ആ ഒരു ഇതിലൊക്കെ നിറയെ ഒരു പാടയുണ്ടാവും. ആ പാട നമ്മളിങ്ങനെ പിച്ചി കളയണം. അതിൻ്റെയൊക്കെ ഇടയിൽ ബ്ലഡ് നിൽക്കുന്നുണ്ടാവും കേട്ടോ. അതുകൊണ്ട് അത് നല്ല പോലെ കളഞ്ഞെടുക്കണം. നല്ല നീറ്റായിട്ട് കഴുകിയതിന് ശേഷം ഇങ്ങനെ ചെറിയ പീസസ് ആയിട്ട് അത് കട്ട് ചെയ്തെടുക്കുക. പല ടൈപ്പായിട്ട് ആൾക്കാർ ഉണ്ടാക്കാറുണ്ട്. തലച്ചോറ് ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോഴത്തെ യൂട്യൂബിൽ കാര്യങ്ങളിലൊക്കെ. പക്ഷേ എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന ടൈപ്പിലാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത്. അതിന് പ്രത്യേകിച്ച് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. ഒരു ചെറിയ ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചതിലേക്ക് ഞാനിട്ടത് ഉലുവയാണ് കേട്ടോ, കുറച്ച് ഉലുവ. പിന്നെ ചെറിയ ഉള്ളി നല്ലതുപോലെ ക്രഷ് ചെയ്തത്, കുറച്ച് കൂടുതൽ ചെറിയ ഉള്ളി ക്രഷ് ചെയ്തിട്ട് അതും ആ എണ്ണയിലിട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഇടേണ്ടത് പിന്നെ മല്ലിപ്പൊടിയും മഞ്ഞൾ പൊടിയാണ്. ഈ 2 പൊടികളും ഇട്ടതിന് ശേഷം ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ അതൊരു ഈ ഒരു കളറിലായിരിക്കും അപ്പോൾ കറി ഉണ്ടാവുക. അതിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാൻ കേട്ടോ. ആ വെള്ളം വറ്റി വരണം. ഇങ്ങനെ നല്ലപോലെ തിളച്ച് മൂടി വെച്ച് വേവിക്കുക. നല്ലപോലെ ഹാഫ് കുക്കായിട്ട് വരുന്ന സമയത്ത് വെള്ളം വറ്റിയിട്ടില്ല കേട്ടോ, വീണ്ടും ഇളക്കുകയാണ്. അപ്പോൾ അത് പകുതി വേവായി വരുന്ന സമയത്ത് കണ്ടോ, കുരുമുളകും ജീരകവും കൂടിയും ക്രഷ് ചെയ്താണത്. കുരുമുളകും ജീരകവും, ചെറിയ ജീരകം രണ്ടും കൂടെ ക്രഷ് ചെയ്ത പൊടി അതുകൂടി ഇതിലേക്ക് ചേർക്കുക. ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. നല്ല പോലെ മിക്സ് ചെയ്യും. ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർക്കുന്നത് ഇതിൽ ആഡായിട്ടില്ല. പാകത്തിനുള്ള ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർത്ത് മിക്സായി വരുമ്പോൾ ഇതാ കറി ഇതുപോലെ ഉണ്ടാവും. ഫുള്ളായിട്ട് വറ്റിച്ചെടുക്കുന്ന അങ്ങനെ ചെയ്യാം. ഞാൻ ഇപ്പോൾ ചോറിനായതുകൊണ്ട് ഇത്തിരി കറിയായിട്ടാണ് ആക്കിയിരിക്കുന്നത്. അതിലിത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. അപ്പോൾ ഇതാണ് റെസിപ്പി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ബൈ.